രോഗി ആകുമ്പോഴും അല്ലാത്തപ്പോഴും പലപ്പോഴും മൂത്രമൊഴിച്ച് യാത്രയിലോ അല്ലെങ്കിൽ ജോലിസ്ഥലത്തോ ഒക്കെ പോകുമ്പോൾ ഇരുന്ന് മൂത്രമൊഴിക്കാൻ, പ്രത്യേകിച്ച് പാൻറ് പോലെയുള്ള വസ്ത്രങ്ങളിൽ ലഭ്യമായ സൗകര്യങ്ങൾ വെച്ച് ഇരുന്ന് മൂത്രമൊഴിക്കാൻ സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് മൂത്രമൊഴിക്കേണ്ട സാഹചര്യം വരാറുണ്ട്. എന്നാൽ നിന്ന് മൂത്രമൊഴിക്കുന്നത് ശരിയല്ല എന്ന് കുട്ടിക്കാലത്ത് പഠിച്ച ഒരു മനസ്സിൽ എന്തോ ഒരു പ്രയാസമുള്ളതിനാൽ പാൻറ് കൊണ്ട് ഇരുന്ന് മൂത്രമൊഴിക്കാൻ ശ്രമിക്കുകയും അതുകാരണം തന്നെ പലപ്പോഴും മൂത്രത്തിൻ്റെ അംശം വസ്ത്രത്തിൽ ആയോ എന്ന് സംശയം ജനിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പലപ്പോഴും നമസ്കാരം ഒരു റാഹത്തിൽ സ്വീകരിക്കപ്പെട്ടോ എന്നൊരു മാനസികമായി സംതൃപ്തിയില്ലാത്തൊരവസ്ഥ പലപ്പോഴും സംജാതമാകുന്നു. എന്താണ് ഈ അവസ്ഥയിൽ സ്വീകരിക്കേണ്ട നിലപാട്? ഈ പ്രമാണങ്ങൾ ഈ വിഷയത്തിൽ എന്താണ് പറയുന്നതെന്നാണ്. മൂത്രവിസർജനവുമായി ബന്ധപ്പെട്ടും മലവിസർജനവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ അംശങ്ങൾ ശരീരത്തിൽ ആകുന്നില്ല എന്നത് ഉറപ്പിക്കൽ തന്നെയാണ്. കാരണം ഖബറിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം മൂത്രവിസർജനത്തിൻ്റെ സമയത്ത് ശരീരത്തിലേക്ക് മൂത്രം തെറിക്കുന്നതിനെ തൊട്ടവർ മറ സ്വീകരിച്ചില്ല എന്നതാണ്. കാരണം അത് മൂത്രം ശരീരത്തിൽ തെറിച്ചിട്ടുണ്ടാവും. പാൻറ്റിന് മാത്രമല്ല, ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ആയിട്ടുണ്ടാവും. എന്നിട്ട് അത് ശ്രദ്ധിക്കാതെ എന്താവും ചെയ്യും, വീണ്ടും എണീറ്റ് പോവുകയും ചെയ്യും. നിസ്കരിക്കുന്നു, നിസ്കാരം ശരിയല്ല, മാത്രമല്ല നജസായിട്ടാണ് അവന് നടക്കേണ്ടത്. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ നിന്ന് മൂത്രമൊഴിച്ചത് ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള കാരണം ഇരുന്ന് മൂത്രമൊഴിച്ചാൽ ശരീരത്തിലേക്ക് മൂത്രം തെറിക്കുന്ന അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇരുന്ന് മൂത്രമൊഴിച്ചാൽ ശരീരത്തിലേക്ക് മൂത്രം തെറിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ നിന്ന് മൂത്രമൊഴിക്കാം. നിന്ന് മൂത്രമൊഴിച്ചാലും ശരീരത്തിലേക്ക് തെറിക്കുന്ന അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇരുന്ന് മൂത്രമൊഴിക്കേണ്ടി വരും. ഏത് അവസ്ഥയിലാണോ ശരീരത്തിലേക്ക് മൂത്രം തിരിച്ച് തെറിക്കാതിരിക്കുക ആ അവസ്ഥ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇനി മൂത്രം ശരീരത്തിലായിട്ടുണ്ട് എന്ന് ഉറപ്പുണ്ട്, തോന്നലല്ല ഉറപ്പാണ്. ഉറപ്പാണ് എങ്കിൽ ആ ഭാഗം എന്താക്കണം, കൃത്യമായിട്ട് കഴുകി വൃത്തിയാക്കി കഴുകുക തന്നെ വേണം. അതേ സമയത്തൊക്കെ ഇങ്ങനെ ഒരു തോന്നൽ മാത്രമാണ്. തോന്നലിൻ്റെ വിഷയത്തിൽ നമ്മൾ അതിനെ എന്താക്കേണ്ടതില്ല, പരിഗണിക്കേണ്ടതില്ല. കാരണം പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ കഴിയും, അൽ യഖീനു ലാ യസൂലു ബിശക്ക്, അൽ യഖീനു ലാ യസൂലു ബിശക്ക് എന്നാണ്. അഥവാ യഖീൻ, ഉറപ്പ്. ശരീരത്തിൽ നജസില്ല എന്ന് നമുക്ക് ഉറപ്പാണ്, അതേസമയത്ത് ആയിട്ടുണ്ടോ എന്നത് സംശയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഉറപ്പിനെ സംശയം നീക്കി കളയില്ല എന്നാണ്. ഒരു ഭാഗത്ത് ഉറപ്പും മറുഭാഗത്ത് സംശയം വന്നാൽ ഉറപ്പിനെയാണ് സ്വീകരിക്കേണ്ടത്. ആ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എന്താക്കണം, അയാൾക്ക് യാതൊരു ടെൻഷനില്ലാതെ നിസ്കരിക്കാം. അതേസമയത്ത് ഉറപ്പുണ്ട് മൂത്രം ആയിട്ടുണ്ട് എന്നുള്ളത്. ഇനി ആയിട്ടില്ല എന്നുള്ള സംശയമാണ് എങ്കിൽ ആ ഉറപ്പാണ് എടുക്കേണ്ടത്, മൂത്രം ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മളെന്താക്കണം, കഴുകി വൃത്തിയാക്കി നജസ് പരിപൂർണമായും മാറിയിട്ടുണ്ട് എന്ന് ഉറപ്പുള്ള ഘട്ടത്തിൽ തന്നെയാണ് നിസ്കാരത്തിലേക്ക് പോകേണ്ടത് എന്നതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അപ്പം ശരീരത്തിലേക്ക് തെറിക്കാത്ത അവസ്ഥ സ്വീകരിക്കുക എന്നതാണ് ഈ മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.